മന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ കെഎസ്യു പ്രവർത്തകരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി. കെഎസ്യു പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവിലാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആയുധം ഉപയോഗിച്ച് മന്ത്രിയെ വധിക്കുവാൻ ശ്രമിച്ചെന്നാണ് കെഎസ്യു പ്രവർത്തകർക്കെതിരെ കേസ് ചുമത്തിയിരുന്നത്. കണ്ണൂർ റെയിൽവേ പോലീസാണ് അന്വേഷണം നടത്തിയത്. സംഭവ സമയത്ത് മന്ത്രിക്ക് സുരക്ഷയൊരുക്കുവാൻ റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ എസ്ഐ അനൂപ്, ഗ്രേഡ് എസ്ഐ പ്രകാശ്, സിപിഒ അഖിൽ എന്നിവരുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയത്. കരിങ്കൊടിയുമായി പാഞ്ഞെടുക്കുകയും തുടർന്ന് ഉന്തും തള്ളുമുണ്ടായെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരിക്കുന്നത്. പ്രതിഷേധത്തിനിടെയാണ് മന്ത്രിക്ക് പരിക്കേറ്റത്. ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചിട്ടില്ലെന്നും മൊഴിയിൽ പറയുന്നു. സംഭവം നടന്ന് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്താത്തതെന്താണെന്ന് കോടതി ചോദിച്ചു. വൈകിട്ട് 3:15 സംഭവം ഉണ്ടായിട്ട് ഏറെ നേരം വൈകി രാത്രി 10:17 എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. സംഭവ സ്ഥലത്തു നിന്ന് തന്നെ പ്രതികളെ പിടികൂടിയെങ്കിലും ആയുധം പിടിച്ചെടുത്തില്ല. തെളിവെടുപ്പിന് എത്തിയപ്പോഴും ആയുധം കണ്ടെത്താൻ സാധിച്ചില്ലെന്നും ജാമ്യം നൽകിയ വിധിയിൽ പറയുന്നു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കെഎസ്യു ജില്ലാ പ്രസിഡന്റ് MC അതുൽ, VV അക്ഷയ്, CH മുബാസ്, ബിദുൽ ബാലൻ, അഹമ്മദ് യാസിൻ എന്നിവർക്ക് ജാമ്യം അനുവദിച്ചത്. കള്ളക്കേസാണ് ചുമത്തിയതെന്ന് കെഎസ്യുവും കോൺഗ്രസും ആരോപിച്ചിരുന്നു. അത് സാധൂകരിക്കുന്നതാണ് ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി. മന്ത്രിയെ വധിക്കുവാൻ ശ്രമിച്ചെന്നാരോപിച്ച് CPM വലിയ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേസിൽ പ്രതിയായ ബിദുൽ ബാലന്റെ വീടിന് നേരെ ബോംബേറുമുണ്ടായി. കഴിഞ്ഞ മാസം 25 മന്ത്രിക്ക് നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധമുണ്ടായത്. കഴുത്തിന് പരിക്കേറ്റ മന്ത്രിയെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വിട്ടയക്കുകയായിരുന്നു.